Good morning, all. Good morning, ma'am. 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 മിസ് ആതിര ടീച്ചർ എടുത്ത് നിർത്തിയില്ലേ? ആതിര മിസ് അതിന്റെ ബാക്കിയാണ് കേട്ടോ എടുക്കുന്നത്. മിസ് എവിടെ പേര് എടുത്തേ? മാനേജറിയൽ അപ്രോച്ചിന് എടുക്കണം. മാനേജറിയൽ അപ്രോച്ച് മുതലാണല്ലേ ഇനി മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതെ. തുടങ്ങാം നമുക്ക് അല്ലെ? ഓക്കെ അല്ലേ? ഇതുവരെ ഉള്ളതൊക്കെ ഓക്കെ അല്ലേ? ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട് അല്ലെ നമുക്ക് ഈ സെക്ഷനിൽ. ഒരുപാട് തിയറീസ്, മാസ്ലോ ഹൈറാർക്കി പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് തിയറീസിന്റെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ നമ്മുടെ എന്താണ് നമ്മുടെ എബിലിറ്റീസ്, നമുക്ക് മോട്ടിവേഷൻസ് കിട്ടുന്നത് അല്ലെ? മിസ് മോട്ടിവേഷൻ എടുത്തപ്പോ തന്നെ പറഞ്ഞത് എന്താണ്? 2 തരത്തിലുള്ള മോട്ടിവേഷൻസ് ഉണ്ട് അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ളതുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള മോട്ടിവേഷൻസ് ഉണ്ട് അല്ലെ? അതിനനുസരിച്ചാണ് എന്താണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? മുന്നോട്ട് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മുടെ നീഡ്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? ആവശ്യകതകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് സൗണ്ട് കുറവാണോ? നോക്കട്ടെ മിസ്. ഇല്ല, ഓക്കെയാണ്. ഓക്കെ. ആളുടെ ഡിവൈസിലും സൗണ്ട് കുറച്ചിട്ടേക്കാണോ എന്നൊന്ന് നോക്കിയേ. മൊബൈലാ ഏതിലാണ് ക്ലാസ് കേൾക്കുന്നതെന്ന് വെച്ചാല് ഒന്ന് നോക്കിയേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫുള്ളാണ്. ലെഫ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്ത് നോക്കിയേ. നോക്കിയേ, മാനേജറിയൽ അപ്രോച്ച് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻ അല്ലേ? എന്താണ് നമ്മളെ ആ ഒരു മാനേജേഴ്സിന്റെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ മോട്ടിവേഷൻ ചെയ്യിക്കുന്നതിനായിട്ട് നമ്മുടെ മാനേജേഴ്സിന് പല രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു അല്ലെ? മാനേജറിയൽ അപ്രോച്ചസ് ഫോർ ഇമ്പോർട്ടന്റ് മോട്ടിവേഷൻസ് അല്ലെ? നമ്മുടെ എന്താണ് പ്രധാനപ്പെട്ട പ്രചോദനം, നമ്മുടെ എംപ്ലോയീസിന്റെ പ്രധാനപ്പെട്ട മോട്ടിവേഷനുള്ള മാനേജേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള സമീപനങ്ങൾ എന്തെല്ലാമാണ്? There are several approaches that can help managers inspire workers to perform more effectively അല്ലെ? എന്താണ് ഒരു മാനേജറിന്റെ അണ്ടറിലുള്ള വർക്കേഴ്സിനെ എന്താണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കാര്യക്ഷമമായിട്ട് അവരെ പെർഫോം ചെയ്യിക്കുന്നതിന് വേണ്ടി അല്ലെ? അവരുടെ പ്രകടനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന് പലതരത്തിലുള്ള സമീപനങ്ങള് സ്വീകരിക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം എന്താണ് നമുക്ക് സാലറി ഇൻക്രിമെന്റ് തരാം, നമുക്ക് പ്രൊമോഷൻ തരാം അല്ലെ? നമ്മുടെ വർക്കിനനുസരിച്ചുള്ള സാലറി നമുക്ക് തരാം. പിന്നെന്താണ് നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു വർക്ക് ലൈഫ് പ്രോഗ്രാം തരാം അല്ലെ? നമുക്ക് എന്താണ് നമ്മുടെ ടൈമിനനുസരിച്ച് വർക്ക് ഷെഡ്യൂൾസുകൾ തരാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ ആളുടെ അണ്ടറിലുള്ള വർക്കേഴ്സിനെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉള്ളതാക്കാൻ സാധിക്കുമോ? സാലറി ഇൻക്രീസ് ചെയ്യാം, അവർക്ക് അവരുടെ വർക്കിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കാം, അവർക്ക് റിവാർഡുകൾ കൊടുക്കാം അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ മാനേജേഴ്സിന് അവരെ അണ്ടറിലുള്ള വർക്കേഴ്സിനെ പ്രചോദിപ്പിക്കുന്ന കൂടുതൽ കാര്യക്ഷമമായിട്ട് പെർഫോം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുന്നു. However, 2 methods have been especially effective. അതിൽ 2 മെത്തേഡാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്, കാര്യക്ഷമമായിട്ടുള്ളത്. അത് ഇതൊക്കെയാണ് നോക്കി. ലൈക്കിംഗ് പെയ്ഡ് ടു ജോബ് പെർഫോമൻസ് ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് അല്ലെ? എങ്ങനെയുള്ളത്? എന്താണ് ജോലിയുടെ പ്രകടനത്തിനനുസരിച്ചുള്ള സാലറി അവർക്ക് നൽകുക. അതൊരു പ്രധാനപ്പെട്ട
അപ്രോച്ചസ് ആണ്. രണ്ടാമത് വരുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ്. എന്താണ്? ജോലി ജീവിത നിലവാര പ്രോഗ്രാംസ്, പരിപാടികൾ. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറയുന്നുണ്ട് കേട്ടോ. ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂളുകൾ കൊടുക്കുക, ജോബ് റീഡിസൈൻ ചെയ്യാന്നുള്ളതൊക്കെയാണ് അതിൽ വരുന്നത്. പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഉണ്ടോ മിസ് എടുത്തരാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഏതൊക്കെ രണ്ടെണ്ണം പഠിക്കാം. ഏതാണ്? 2 മെത്തേഡ്സുകൾ, 2 രീതികളാണ് നമ്മുടെ മാനേജേഴ്സിന് അവരെ അണ്ടറിലുള്ള എംപ്ലോയീസിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി എടുക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 2 സമീപനങ്ങള്. ഒന്നാമത്തേത് അവരുടെ പ്രകടനത്തിനനുസരിച്ചുള്ള സാലറി അവർക്ക് നൽകുക. രണ്ടാമത്തെ വർക്ക് ലൈഫ് പ്രോഗ്രാം, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം. നെക്സ്റ്റ് നോക്കിയേ, ദ ഫോളോയിങ് സ്റ്റെപ്സ് പ്രൊമോട്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അല്ലെ, ഇനി പറയുന്ന ഘടകങ്ങള് നമ്മുടെ ഒരു എംപ്ലോയീസിന്റെ ഇൻട്രിൻസിക് മോട്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നു, പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നു. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സ്വയമേ തന്നെ തോന്നാറില്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന്? ആന്തരിക മോട്ടിവേഷൻ, ഇന്റേണൽ ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള അന്തർലീനമായിട്ടുള്ള അല്ലെ ആന്തരിക മോട്ടിവേഷൻസ്, ആ ഒരു മോട്ടിവേഷൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി താഴെ തന്നിരിക്കുന്ന സ്റ്റെപ്പുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഓർഗനൈസേഷൻസ് ബിഹേവിയർ മോഡിഫിക്കേഷൻസ്. അല്ലെ, എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ പെരുമാറ്റങ്ങള് മോഡിഫൈ ചെയ്യുക, പരിഷ്കരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ പെരുമാറ്റങ്ങൾ പരിഷ്കരിക്കുന്നത്? ആവശ്യ ഫലങ്ങൾ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫലങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരുടെ പെരുമാറ്റം, എംപ്ലോയീസിന്റെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു എംപ്ലോയീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബിഹേവിയർ എങ്ങനെയുള്ളതായിരിക്കും? പങ്ക്ച്വാലിറ്റി ഉണ്ടോ? ക്വാളിറ്റിയുള്ള വർക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട്? ഹാജർ അല്ലെ, കറക്റ്റ് എഫിഷ്യന്റ് ആയ രീതിയിൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെ. പിന്നെ എന്താണ്? ആബ്സെന്റീസ് ആവാൻ പാടുണ്ടോ? ഒരുപാട് ആബ്സെന്റ് ആവാൻ പാടുണ്ടോ? പരമാവധി എല്ലാ ദിവസവും ജോലിക്ക് വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന മോഡിഫിക്കേഷൻ, ഓർഗനൈസേഷൻ വരുത്തുന്ന മോഡിഫിക്കേഷൻസ് ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ. രണ്ടാമത് വരുന്നത് എന്താണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ്? ഒരു മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം? ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ അനുസരിച്ചുള്ളതായിരിക്കണം അല്ലെ. ഗോൾസ് അറ്റൈൻ ചെയ്യാനുള്ളതായിരിക്കണ്ടേ? നോന്ന് പറഞ്ഞത് മനസ്സിലായില്ല എന്നാണോ? ലൈൻ എന്താ പേരെന്താ? ക്ലിയർ ആയില്ല എന്നാണോ? ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, എന്താണ്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങള് ആബ്സെന്റ് ആകാൻ പാടില്ല. ഓക്കെ, എന്താണ്? ലക്ഷ്യങ്ങള് അനുസരിച്ചുള്ളതായിരിക്കണം അവിടുത്തെ മാനേജ്മെന്റ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസുകൾ അറ്റൈൻ ചെയ്യാനുള്ള രീതിയിലായിരിക്കണം അവിടുത്തെ മാനേജ്മെന്റ് അവിടുത്തെ പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ സെറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ജോബ് റീഡിസൈൻ ചെയ്യുക അല്ലെ. ജോബ് റീഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ജീവനക്കാരെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നതിനും എന്താണ്? അവരുടെ ജോലിയുടെ അല്ലെ, എംപ്ലോയീസിന്റെ ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യില്ലേ, പുനഃക്രമീകരിക്കില്ലേ? അപ്പൊ അങ്ങനെയുള്ളതാണ് എന്താണ്? ജോബ് റീഡിസൈൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ.
കറണ്ടും ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ് അല്ലെ. എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുകൾ, അവർക്ക് അനുയോജ്യമായിട്ടുള്ള വർക്ക് ടൈമുകൾ കൊടുക്കുക അല്ലെ. ചില ഓർഗനൈസേഷനിൽ, ചില കമ്പനീസുകളിലൊക്കെ എന്താണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ 4 ദിവസം 12 മണിക്കൂർ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? 10 മണിക്കൂർ ജോലി ചെയ്യാം. ആഴ്ചയിൽ അവര് 4 മണിക്കൂർ 4 ദിവസം ജോലി ചെയ്താൽ മതി, ബാക്കി 3 ദിവസം അവർക്ക് അവധിയായിരിക്കും. അപ്പൊ അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം അവരുടെ അനുസരിച്ച്. അല്ലെങ്കിൽ റിമോട്ട് മോണിറ്ററിങ് അപ്പൊ എന്താണ്, അവർക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുകൾ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, WPM. എന്താണ്, നമ്മുടെ മാനേജ്മെന്റില് എന്താണ് വർക്കേഴ്സിനെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. നമുക്കറിയാം ചില മാനേജ്മെന്റിൽ നമ്മുടെ വർക്കേഴ്സിനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. വർക്കേഴ്സിന് റെപ്രസെന്റേറ്റീവ്, മാനേജ്മെന്റിന്റെ ഗ്രൂപ്പില് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട്, വർക്കേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വർക്കേഴ്സിനെ ഉൾപ്പെടുത്താറില്ലേ? 2-3 പേര് ആളുകൾ ഉൾപ്പെടുത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് മാനേജ്മെന്റില് വർക്കേഴ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അത് മാനേജ്മെന്റിലെ തൊഴിലാളി പങ്കാളിത്തം. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് പേ ആൻഡ് ജോബ് പെർഫോമൻസ് അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞത്, എന്താണ് ഒരു എംപ്ലോയീസിന്റെ പ്രകടനത്തിനനുസരിച്ച് അവർക്ക് എന്ത് കൊടുക്കാന്ന്, സാലറി കൊടുക്കാം അല്ലെ, വേജസ് കൊടുക്കാം. അപ്പൊ നോക്കിയേ, pay often can be used to motivate employee performance അല്ലെ. ജീവനക്കാരുടെ പ്രകടനത്തെ, അവരുടെ പെർഫോമൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആ ഒരു ഓർഗനൈസേഷന് പലപ്പോഴും എന്ത് ഉപയോഗിക്കാണ്, ശമ്പളം ഉപയോഗിക്കാം അല്ലെ. അവർക്ക് ഓഫർ ചെയ്യാലോ, ശമ്പളം ഉപയോഗിക്കാം. ബട്ട് എ പേ പ്ലാൻ ഓൾസോ മസ്റ്റ്. പക്ഷെ എന്താണ്, ഒരു ഓർഗനൈസേഷനില് ഒരു സാലറി പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. ഓരോ എംപ്ലോയീസിനും എത്ര വരെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അല്ലെ, എത്ര സാലറി വരെ കൊടുക്കാൻ സാധിക്കും എന്നൊരു പ്ലാൻ വേണ്ടേ, ഒരു നിശ്ചിത ഇത് വേണം അല്ലെ. അപ്പൊ എന്താണ്, ബട്ട് എ പേ പ്ലാൻ ഓൾസോ മസ്റ്റ്. പക്ഷെ എന്താണ്, എന്നാല് ഒരു ശമ്പള പദ്ധതിയും ആവശ്യം, ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു ശമ്പള പദ്ധതിയും ആവശ്യമാണ്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, ക്രിയേറ്റ് ദ ബിലീഫ് ദാറ്റ് ഗുഡ് പെർഫോമൻസ് ലീഡ്സ് ടു ഹൈ ലെവൽ ഓഫ് പേ അല്ലെ. മികച്ച പ്രകടനം ഉയർന്ന വേതനത്തിലേക്ക് നയിക്കുമെന്ന വിശ്വാസം നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ സൃഷ്ടിക്കുക. അതെന്താണ്, അവരുടെ പ്രകടനത്തെ അത് എഫക്ട് ചെയ്യോ? മികച്ച പ്രകടനം കാഴ്ചവെച്ചാല് അവർക്ക് മികച്ച സാലറി കിട്ടും അല്ലെ, മികച്ച വേതനം കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യും അല്ലെ, ബെറ്റർ ആയിട്ട് അവർ പെർഫോം ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് മിനിമൈസ് ദ നെഗറ്റീവ് കോൺസിക്വൻസസ് ഓഫ് ഗുഡ് പെർഫോമൻസ്. നല്ല പ്രകടനത്തിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ഫലങ്ങളെ, നെഗറ്റീവ് കോൺസിക്വൻസസ് കുറയ്ക്കുക. എന്താണ്, ഒരു നല്ല പ്രകടനത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കോൺസിക്വൻസസ് എന്താണ്, നമ്മൾ ടയേർഡ് ആവുക, നമുക്ക് ഒരുപാട് സ്ട്രെസ് തരാം, നമുക്ക് ഓവർലോഡ് തരാം. അങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞാല് അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കോ ഗുഡ് പെർഫോമൻസില്? ഉണ്ടാക്കും അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഗുഡ് പെർഫോമൻസിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് കോൺസിക്വൻസ്, നെഗറ്റീവ് ഫലങ്ങള് കുറയ്ക്കുക. ഓക്കെയാണോ അത് രണ്ടും? നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാം അല്ലെ. എന്താണ്, ജോലി ജീവിത നിലവാര പരിപാടി. അത് നോക്കിയേ, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, QWL എന്നുണ്ട് കേട്ടോ മക്കളെ. അതിന്റെ ഇടയില് QWL എന്നുള്ളൂ. QWL is defined as an attempt through a formal program to integrate employee needs
and well-being with the intention of improved productivity, greater worker participation, and higher levels of job gratification. എന്താണ് തൊഴിൽ ജീവിത നിലവാരം എന്നത്, അതായത് QWL എന്നത് അതൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ജീവനക്കാരുടെ ക്ഷേമവും അല്ലെ വെൽബീയിങ്സും അവരുടെ നീഡ്സും അവരുടെ ആവശ്യകതകളും സമന്വയിപ്പിക്കുന്നത് കൊണ്ടുള്ള അല്ലെ, അത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലൂടെയുള്ള ഒരു ഔപചാരിക പരിപാടിയിലൂടെയുള്ള ശ്രമമായി നിർവചിക്കപ്പെടുന്നു. നമ്മുടെ ഒരു എംപ്ലോയീസിന്റെ നീഡ്സും അവരുടെ വെൽബീയിങ്സും അവരുടെ ക്ഷേമവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അറ്റംപ്റ്റ്, ഒരു ഫോമൽ പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി അല്ലെ. അതുവഴി നമുക്ക് എന്തൊക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാം. പിന്നെന്താണ്, എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെ, പങ്കാളിത്തം വർദ്ധിപ്പിച്ചൂടെ, പങ്കാളിത്തം വർദ്ധിപ്പിക്കാം. പിന്നെന്താണ്, ഹയർ ലെവൽസ് ഓഫ് ജോബ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെ, ഉയർന്ന തലത്തിലുള്ള ജോലി സംതൃപ്തിയും നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉണ്ടാകുന്നു അല്ലെ, ലക്ഷ്യമിടുന്നു. നമ്മുടെ വെൽബീയിങ്സും നമ്മുടെ ക്ഷേമവും നമ്മുടെ നീഡ്സും അവര് ആ ഒരു ഓർഗനൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്, നമ്മുടെ തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അല്ലെ, ആത്മാർത്ഥതയോടുകൂടി നമ്മൾ വർക്ക് ചെയ്യോ. നമ്മുടെ നീഡ്സും നമുക്ക് നല്ല സാലറി തരുന്നുണ്ട്, നമുക്ക് നമ്മുടെ ബെനിഫിറ്റ്സുകൾ തരുന്നുണ്ട്, നമ്മളെ ഒരു പരിഗണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമ്മളവിടെ വർക്ക് ചെയ്യല്ലേ, ആണോ? അപ്പൊ അതുവഴി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭാഗത്ത് നിന്ന്, എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് പ്രൊഡക്ടിവിറ്റി കൂടോ, ഉൽപാദനക്ഷമത കൂടോ, ജോലിയില് അവരുടെ പങ്കാളിത്തം കൂടോ, പാർട്ടിസിപ്പേഷൻ കൂടോ. പിന്നെ അവർക്ക് എന്തുണ്ടാകുന്നു, ഉയർന്ന തല തൊഴിൽ സംതൃപ്തി ഉണ്ടാകുന്നു അല്ലെ, ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നുണ്ടോ. ഓക്കെ ആയോ, QWL ഓക്കെ ആയോ? എന്താണ്, തൊഴിൽ ജീവിത നിലവാരം എന്നത് ജീവനക്കാരുടെ ആവശ്യകതകളും അവരുടെ ക്ഷേമവും സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു ഔപചാരിക പരിപാടികളായി നമുക്ക് നിർവചിക്കപ്പെടാം. അങ്ങനെ അവരുടെ ക്ഷേമവും അവരുടെ ആവശ്യകതകളും അല്ലെ നമ്മൾ നിറവേറ്റുന്ന ആ ഒരു ഓർഗനൈസേഷൻ നിറവേറ്റുന്നതിലൂടെ ആ ഒരു എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും അവര് വർക്കിൽ പാർട്ടിസിപ്പേഷൻസും അവർക്ക് ആ ഒരു എംപ്ലോയീസിന് തൊഴിൽപരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെ, സംതൃപ്തിയും ലഭിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്രാംസ് for QWL improvement range from those requiring minor changes in the organization to those requiring extensive modifications in structure. എന്താണ് QWL? അതായത് നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് മെച്ചപ്പെടുത്തലുകൾക്കായി പ്രോഗ്രാമില് എന്താണ്, ആ ഒരു പ്രോഗ്രാമില് ആ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ ചെറിയ മാറ്റങ്ങൾ ആവശ്യമുള്ളത് മുതല് എന്താണ്, ഘടനയിലെ വിപുലമായ മാറ്റങ്ങൾ വരെ ഉൾപ്പെടുന്നു അല്ലെ. നമ്മുടെ തൊഴിലാളികളെ, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് എന്താണ്, ചെറിയ രീതിയിൽ മുതൽ വലിയ കാര്യങ്ങൾ വരെ ചെയ്യേണ്ടി വരും. ഓർഗനൈസേഷനിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുക അല്ലെ, ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുത്തുക ഇല്ലേ, ഒരുപാട് അവിടുത്തെ സിസ്റ്റംസ് അല്ലെങ്കിൽ അവിടുത്തെ സോഫ്റ്റ്വെയർസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അല്ലെ. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്, ചെറിയ മാറ്റങ്ങൾ മുതൽ എന്താണ്, ഘടനയിലുള്ള വിപുലമായ മാറ്റങ്ങൾ വരെ അവിടെ കൊണ്ടുവരേണ്ടതായി വരുന്നു. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പേഴ്സണൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സുകൾ അല്ലെ. ഇങ്ങനെ അവിടെയുള്ള റിസോഴ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം, ശരിയായ രീതിയിൽ ഉപയോഗിക്കണം അല്ലെ.
നമ്മുടെ ഓർഗനൈസേഷനിലുള്ള വിഭവങ്ങൾ, പല രീതിയിലുള്ള വിഭവങ്ങളാകാം അല്ലെ, മനുഷ്യശക്തികളാകാം, അവിടുത്തെ മറ്റ് ടെക്നോളജീസ് ആവാം അല്ലെ. അപ്പൊ അതെന്താണ് പേഴ്സണൽ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെയാണോ? ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരില്ലേ? ടെക്നോളജീസിൽ അല്ലെ, റിസോഴ്സുകളിൽ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. എന്താണ് പേഴ്സണൽസിന്റെ ടൈമിൽ റീഷെഡ്യൂൾ വരുത്തേണ്ടി വരും അല്ലെ. ടൈം പിന്നെന്താണ് ചിലപ്പോ അവരുടെ ജോലികൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും അല്ലെ. ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ് അല്ലെ. അപ്പൊ എന്താണ് ചെറിയ മാറ്റങ്ങൾ മുതൽ അവിടെ എന്താണ് വലിയ മാറ്റങ്ങൾ വരെ കൊണ്ടുവരേണ്ടതായി വരുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് the types of QWL programs are quality circles. നമ്മുടെ 3 types quality of work life program ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ക്വാളിറ്റി സർക്കിൾസ്. രണ്ടാമത്തെ വരുന്നത് ഏഞ്ചില്ലേ മക്കളെ, ഏഞ്ച് എഴുതിയേക്കുന്നത് വെട്ടിയിട്ട് കോമ ആക്കാം, ആൻഡ് വെട്ടിയിട്ട് കോമ ആക്കാം. നെക്സ്റ്റ് സർക്കിൾസ്, the use of alternative work schedules അല്ലെ. എന്താണ് നമ്മുടെ വർക്ക് ഷെഡ്യൂൾസിൽ അല്ലെ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂൾസ് ഉൾപ്പെടുത്താം. ആൻഡ് ജോബ് റീഡിസൈൻ, ആൻഡ് ജോബ് റീഡിസൈൻ. ഓക്കെ ആയോ? 3 തരത്തിലുള്ള ഓരോ QWL പ്രോഗ്രാംസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ക്വാളിറ്റി സർക്കിൾ, രണ്ടാമത്തത് ദ യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾസ്, മൂന്നാമത്തത് വരുന്നത് ജോബ് റീഡിസൈൻ. അതില് ക്വാളിറ്റി സർക്കിളിൽ പറയുന്നത് ക്വാളിറ്റി സർക്കിൾ ആർ സ്മോൾ ഗ്രൂപ്സ് ഓഫ് വർക്കേഴ്സ് who meet regularly with their supervisor as the circle leader to address work related issues. എന്താണ് ആ ഒരു നമ്മുടെ മാനേജറിന്റെ കീഴിൽ നമ്മൾ പറഞ്ഞു അല്ലെ, എംപ്ലോയീസ് ഉണ്ടാകുന്നതും അല്ലേ. അതേപോലെ എന്താണ് ആ ഒരു വർക്കേഴ്സിനെ സൂപ്പർവൈസർ ഉണ്ടാവും അല്ലെ, അവർ ജോലി സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഒരു സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് ജോലി സംബന്ധമായിട്ടുള്ള നമ്മുടെ വർക്കേഴ്സിന്റെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് അവരുടെ സൂപ്പർവൈസറെ സർക്കിൾ ലീഡറായിട്ട് തിരഞ്ഞെടുത്ത് എന്താണ് ആളുകളെ മീറ്റ് ചെയ്യുന്ന ചെറിയ ഗ്രൂപ്പുകളെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ. സാലറിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം, ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, നമ്മുടെ എന്താണ് ടൈമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു തൊഴിലാളികളിൽ നിന്നുള്ള ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അവരുടെ സൂപ്പർവൈസറുടെ കീഴില് സൂപ്പർവൈസറെ സർക്കിൾ ലീഡറായി തിരഞ്ഞെടുത്തുന്ന ആളുകളെ മീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പുകളെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഒരു സൂപ്പർവൈസറുടെ കീഴില് എന്താണ് അവരുടെ ആ ഒരു സൂപ്പർവൈസറുടെ കീഴിൽ വരുന്ന ജോലിക്കാരുടെ പ്രശ്നങ്ങള് സോൾവ് ചെയ്യുന്നതിനായിട്ട് ഒരു ചെറിയ ഗ്രൂപ്പായി തിരിക്കുന്നതിനെയാണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് QCS ക്വാളിറ്റി സർക്കിൾസ്. ഈ ചെറിയ ഷോർട്ട് ഫോമുകളൊക്കെ നോക്കി വെക്കാം കേട്ടോ. QC, QWL അതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. പിന്നെ ക്വാളിറ്റി സർക്കിൾ അടയാളപ്പെടുത്താം കേട്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. Dash are small groups of workers who meet regularly എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അത് അടയാളപ്പെടുത്താം. പിന്നെ എന്താണ് QC give the employees prospects for involvement, social needs satisfaction, participation in work improvement, challenges and opportunity for growth അല്ലെ. എന്താണ് QCകള് നമ്മുടെ ക്വാളിറ്റി സർക്കിൾസ് ജീവനക്കാരന്റെ പങ്കാളിത്തം അല്ലെ. അപ്പൊ ചെറിയ ഗ്രൂപ്പുകളായി തിരിക്കുമ്പോൾ എന്താണ് ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരുടെയും പങ്കാളിത്തം വരുന്നുണ്ടോ, ഇൻവോൾവ്മെന്റ് വരുന്നുണ്ടോ?
ഓരോ സൂപ്പർവൈസറുടെ കീഴിലും ഓരോ ക്വാളിറ്റി സർക്കിൾസ് ആണ് അല്ലെ, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് അല്ലെ. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും പങ്കാളിത്തം വരുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്, ആ ഒരു എംപ്ലോയീസിന്റെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ? അവരുടെ ഡിസയർ, അവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻസ്, കോപ്പറേഷൻസ്, ലവ്, ഇതൊക്കെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? നമുക്ക് ഒരു ഗ്രൂപ്പില് 10 പേരുണ്ട്, ഒരു ഗ്രൂപ്പില് 100 പേരുണ്ട്. ഏത് ഗ്രൂപ്പായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റും കൂടുതൽ റിലേഷനും നിലനിർത്തുന്നത്? 10 പേരുള്ള ഗ്രൂപ്പായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, ഇത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് അല്ലെ. സൂപ്പർവൈസർ, ഓരോ സൂപ്പർവൈസറുടെ കീഴിലുള്ള ഗ്രൂപ്പുകളാണ് അല്ലെ. അപ്പൊ അവര് തമ്മിൽ എന്താണ്, ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. അവരുടെ എന്താണ്, സോഷ്യൽ നീഡ് അല്ലെ, അവരുടെ റിലേഷൻസ്, കോപ്പറേഷൻസ്, ലവ്, അവരുടെ ഡിസയർ, ആഗ്രഹങ്ങൾ എല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ പാർട്ടിസിപ്പേഷൻ, വർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? ജോലി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ പങ്കാളിത്തം ഉണ്ട് അല്ലെ. പിന്നെ എന്താണ്, വെല്ലുവിളികള് അവരൊന്നിച്ച് നിന്ന് നേരിടും. ചലഞ്ചസ് ആ ഗ്രൂപ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നേരിടും അല്ലെ. കൂടാതെ എന്താണ്, അവർക്ക് വളർച്ചയ്ക്കുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ടോ? ഓരോ എംപ്ലോയീസിനും ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ? അപ്പൊ എന്താണ്, അവർക്ക് വളർച്ചയ്ക്കുള്ള അവസരങ്ങളും നമ്മുടെ ക്വാളിറ്റി സർക്കിൾസ് നൽകുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, there are in essence vehicle for providing employees with opportunities to satisfy lower and upper level needs as started by Maslow through the motivators described in Herzberg's theory. എന്താണ്, നമ്മ മാസ്ലോയിൽ പഠിച്ചു അല്ലേ. നമുക്ക് എന്താണ്, ലോവർ മുതല് ബോട്ടം വരെ അല്ലേ, ഒരു പിരമിഡ് ആയിട്ട് പഠിച്ചല്ലോ. ഏറ്റവും അടിത്തട്ടിൽ ഏതാണ്, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് ആണ് അല്ലെ. ഫുഡ് അല്ലെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ നീഡ്സ് ആണ് അല്ലെ. താഴെ തട്ടിലുള്ള നീഡ്സ് ആണ് അല്ലെ. മേലെ ആവുമ്പോഴാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത് അല്ലെ. നമ്മ എന്താണ്, ഓരോ നീഡ്സുകളും നമ്മ സാറ്റിസ്ഫൈഡ് ചെയ്തിട്ട് നമ്മ മേലെ തട്ടിലെത്തി അല്ലെ. ആണോ? അപ്പൊ എന്താണ്, ഹെർസ്ബർഗിന്റെ സിദ്ധാന്തത്തിൽ വിവരിച്ചിരിക്കുന്നത് പ്രേരകങ്ങൾ വഴി. ഹെർസ്ബർഗിന്റെ തിയറി പഠിച്ചോ നിങ്ങൾ? ഈ ചാപ്റ്ററിൽ പഠിച്ചോ? ഇല്ല. ഹെർസ്ബർഗിന്റെ തിയറി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമുക്കത് 2 ഫാക്ടർ തിയറി എന്ന് പറയാം, അതല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് പറയാം. അതായത് നമ്മുടെ ജോലി സംതൃപ്തിയും അസംതൃപ്തിക്കും എന്താണ്, 2 വ്യത്യസ്ത ഘടകങ്ങളാണ് സ്വാധീനിക്കപ്പെടുന്നത്. കൂടി എംപ്ലോയീസിന്റെ എന്താണ്, ജോലിയുടെ സംതൃപ്തിക്കും അസംതൃപ്തിക്കും 2 വ്യത്യസ്ത ഘടകങ്ങളാണ് സ്വാധീനിക്കപ്പെടുന്നത്. ശുചിത്വ ഘടകങ്ങൾ, അതായത് ഹൈജീൻ ഫാക്ടേഴ്സ്, എന്താണ്, ഹൈജീൻ ഫാക്ടേഴ്സും പ്രേരക ഫാക്ടേഴ്സും 2 ഘടകങ്ങൾ പറഞ്ഞു. ഒന്നാമത്തത് ഹൈജീൻ ഫാക്ടേഴ്സും, രണ്ടാമത് നമ്മളെ പ്രേരിപ്പിക്കുന്ന, മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന പ്രേരകങ്ങളും. ഇതില് നമ്മുടെ ശുചിത്വ ഘടകങ്ങള്, ഹൈജീൻ ഘടകങ്ങള് അതൃപ്തിക്ക് കാരണമാകുകയും ജീവനക്കാരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നില്ല. അതായത് നമ്മുടെ ഹെർസ്ബർഗിന്റെ തിയറിയില് എന്താണ്, 2 ഘടകങ്ങളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് പ്രേരക ഘടകങ്ങളും, രണ്ടാമത് മോട്ടിവേഷൻ ഘടകങ്ങളും, രണ്ടാമത്തത് ഹൈജീൻ ഘടകങ്ങളും. ഓക്കെയാണോ അത്രയും? ഓക്കെയാണോ? ഓക്കെയാണ്. നമ്മള് ഈ ഇതില് പറയുന്ന ശുചിത്വ ഘടകങ്ങള്, ഹൈജീൻ ഘടകങ്ങള് എന്താണ്, നമ്മളെ എന്താണ് പ്രചോദിപ്പിക്കുക, നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ അതൃപ്തിക്കും കാരണമാകുന്നു. പക്ഷെ നമ്മുടെ പ്രേരക ഘടകങ്ങള്, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ എന്താണ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും നമുക്ക് സാറ്റിസ്ഫാക്ഷന് കാരണമാകുകയും ചെയ്യുന്നു. എനിക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ മാത്രം പഠിക്കാം. ഹെർസ്ബർഗിന്റെ തിയറി അനുസരിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഡ്രൈവ് ചെയ്യുന്ന ഘടകം ഏതാണ്? മോട്ടിവേഷൻ ഘടകങ്ങൾ അല്ലെ.
പ്രേരക ഘടകങ്ങൾ. അപ്പൊ എന്തൊക്കെ ഹെർസ്ബർഗിന്റെ സിദ്ധാന്തത്തില് വിവരിച്ചിരിക്കുന്ന പ്രേരകങ്ങൾ വഴി അതിലെന്താണ് പറഞ്ഞത്, നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അല്ലെ, നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് പ്രേരക ഘടകങ്ങളാണ്. ആ ഒരു പ്രേരകങ്ങൾ വഴി എന്താണ് മാസ്ലോ പ്രസ്താവിച്ചതുപോലെ നമുക്ക് ഉയർന്നതും താഴ്ന്നതുമായ ആവശ്യങ്ങൾ, നമ്മുടെ നീഡ്സുകൾ നിറവേറ്റുന്നതിനുള്ള അവസരങ്ങള് ജീവനക്കാർക്ക് നൽകുന്ന ഒരു എന്താണ് വെഹിക്കിളാണ് ക്വാളിറ്റി സർക്കിൾ. ഒരു വെഹിക്കിളാണ് എന്ത് ക്വാളിറ്റി സർക്കിൾ. എന്താണ് നമ്മുടെ മോട്ടിവേഷൻസ് വഴി, നമ്മുടെ പ്രേരകങ്ങൾ, അതായത് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്, നമ്മുടെ ഡിസയേഴ്സ് ഒക്കെയാണോ, നമ്മുടെ നീഡ്സ്, ഡിസയേഴ്സ് അല്ലേ, ഒക്കെയല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്, ആണോ അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള മോട്ടിവേഷൻസ്, പ്രേരകങ്ങൾ വഴി എന്താണ് നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് ചെറുതും ആ ഒരു ആഗ്രഹങ്ങൾ വഴി നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നുണ്ടോ, ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ, നീഡ്സുകള് ഇല്ലേ? നമുക്ക് നമ്മുടെ ആഗ്രഹം ആണ് വീട് വെക്കണം അല്ലേ, മറ്റുള്ളവരുടെ ലവും ബിലോങ്ങിങ്സും ലഭിക്കണം, അത് നമ്മുടെ ആഗ്രഹല്ലേ, ആണോ? നമ്മുടെ മാസ്ലോയില് പറഞ്ഞിരിക്കുന്നത് പോലെ സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ്സ് അല്ലേ, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ പ്രേരകങ്ങൾ വഴി മാസ്ലോ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ അല്ലെ നിറവേറ്റുന്നതിനുള്ള അവസരങ്ങള് ജീവനക്കാർക്ക് നൽകുന്ന വാഹനങ്ങളാണ് നമ്മുടെ ക്വാളിറ്റി സർക്കിൾ. ഓക്കെയാണോ? മോട്ടിവേഷൻസ് അങ്ങനെയാണ് അല്ലെ, ചെറുതും വലുതുമായിട്ടുള്ള ആഗ്രഹങ്ങള് നിറവേറ്റുന്നതിനുള്ള ഒരു വെഹിക്കിൾ അല്ലേ മോട്ടിവേഷൻസ് അല്ലേ, ആണോ? ഓക്കെയാണോ? പ്രേരകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങള്, ഡിസയേഴ്സ് പറയാം, നമ്മുടെ നീഡ്സ് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് വഴി നമ്മുടെ ചെറുതും വലുതുമായ മാസ്ലോയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നതിനുള്ള അവസരങ്ങൾ ജീവനക്കാർക്ക് നൽകുന്നതിനുള്ള ഒരു വെഹിക്കിൾസ് ആണ് മോട്ടിവേഷൻസ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് alternative work schedules. Organizations also frequently use the modified work week as way to increase employee motivation. ജീവനക്കാരുടെ പ്രചോദനം, മോട്ടിവേഷൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് സ്ഥാപനങ്ങൾ പലപ്പോഴും പരിഷ്കരിച്ചിട്ടുള്ള മോഡിഫൈഡ് ചെയ്തിട്ടുള്ള എന്താണ് പ്രവൃത്തി ആഴ്ച, അതായത് വർക്ക് വീക്സുകൾ ഉപയോഗിക്കാം. നമ്മുടെ എന്താണ് ജീവനക്കാരുടെ പ്രചോദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു മാർഗമായിട്ട് ഓർഗനൈസേഷന് പലപ്പോഴും വർക്ക് മോഡിഫൈഡ് ചെയ്ത പരിഷ്കരിച്ച വർക്ക് വീക്സുകൾ ഉപയോഗിക്കാം. അതിൽ നോക്കിക്കോട്ടെ, a modified work week can be any work schedule that does not conform to a traditional 8 hours a day or 5 days a week format. എന്താണ് പരമ്പരാഗതമായിട്ടുള്ള 8 മണിക്കൂർ ദിവസത്തില് 8 മണിക്കൂർ ജോലി അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം എന്ന രീതിയുമായി പൊരുത്തപ്പെടാത്ത ഏതൊരു ജോലി ഷെഡ്യൂളുകളും പരിഷ്കരിച്ച പ്രവൃത്തി ആഴ്ചകളാക്കാം. ചില എംപ്ലോയീസിന് എന്താണ് കൂടുതൽ അവധി കിട്ടാനായിരിക്കും ആഗ്രഹം അല്ലെ. അപ്പൊ അവർക്ക് ദിവസത്തിലെ വർക്ക് അവേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ 4/10 ആക്കി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യാം. അപ്പൊ അവർക്ക് 4 ദിവസം വർക്ക് ചെയ്താൽ മതി, ബാക്കി 3 ദിവസം അവർക്ക് എന്തായാലും അവധിയായി അല്ലേ. അത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഒരു സൺഡേ കിട്ടുമ്പോ തന്നെ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് നമുക്ക് സൺഡേ അവധി കിട്ടുമ്പോ തന്നെ നമ്മൾ എത്രത്തോളം അല്ലേ നമുക്ക് തൃപ്തിയുണ്ട് അല്ലെ, ഹാപ്പിയാണ് അല്ലെ. അപ്പൊ 3 ദിവസം കിട്ടാന്ന് പറഞ്ഞാലോ 8 ദിവസം വർക്ക് ചെയ്യേണ്ടടുത്ത് ഒരു 8 മണിക്കൂർ വർക്ക് ചെയ്യേണ്ടടുത്ത് ഒരു 10 മണിക്കൂർ അവർ വർക്ക് ചെയ്താൽ മതി. പക്ഷെ അവർക്ക് എത്ര ദിവസം അവധി കിട്ടി?
3 ദിവസം അവധി കിട്ടി അല്ലേ? ആഴ്ചയിൽ 3 ദിവസം അവധി കിട്ടി. അപ്പൊ ആ ദിവസം അവർക്ക് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്തൂടെ? വേറെ ഏതെങ്കിലും ജോലി ചെയ്തൂടെ? ആ അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള അതല്ലെങ്കിൽ എന്താ, ആഴ്ചയിൽ 10 മണിക്കൂർ 12 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് 4 ദിവസം അവധി കിട്ടുക. അത് നല്ലൊരു ഏർപ്പാടാണ് അല്ലേ? അല്ലേ? അതല്ലെങ്കിൽ എന്താണ്, ചില കമ്പനികള് റിമോട്ട് വർക്ക് ഷെഡ്യൂൾ കൊടുക്കാറുണ്ട് അല്ലേ? റിമോട്ട് വർക്കുകൾ കൊടുക്കാം. അപ്പൊ അവർക്ക് എന്താണ്, വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യാം അല്ലേ? വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്യാം അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകുന്നുണ്ടോ? അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ? അവര് മാക്സിമം പ്രൊഡക്ടിവിറ്റി എടുക്കുക അല്ലെ? നമ്മുടെ എന്താണ് ആ ഒരു എംപ്ലോയീസിന്റെ സൗകര്യത്തിനനുസരിച്ചാണ് അല്ലെ അവർക്ക് ടൈം കൊടുത്തേക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്, നമുക്ക് ഈ ട്രഡീഷണല് 8 മണിക്കൂർ ജോലി ചെയ്യുക അല്ലെങ്കിൽ 5 ദിവസം ജോലി ചെയ്യുക എന്നതിൽ നിന്ന് മാറ്റി പരിഷ്കരിച്ച വർക്ക് വീക്സുകൾ നമുക്ക് എംപ്ലോയീസിന് കൊടുക്കുക. ദ മോഡിഫൈഡ് വർക്ക് വീക്ക് helps individual satisfy higher layer needs by providing more personal control over one's work schedule അല്ലെ? എന്താണ്, ഒരാളുടെ ജോലി ഷെഡ്യൂളുകളിൽ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള നിയന്ത്രണം നൽകിക്കൊണ്ട് ഉയർന്ന തലത്തിലുള്ള ആവശ്യകതകൾ നിറവേറ്റാൻ പരിഷ്കരിച്ച പ്രവൃത്തി ആഴ്ച വ്യക്തികളെ സഹായിക്കുന്നു അല്ലെ? അപ്പൊ മിസ് പറഞ്ഞ പോലെ അവർക്ക് കൂടുതൽ അവധി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാലോ. പക്ഷെ അതിലൊരു നിയന്ത്രണം ഉണ്ട് അല്ലെ? നിയന്ത്രണമുണ്ട്. വ്യക്തിഗത നിയന്ത്രണം ഉണ്ടോ? വർക്ക് 8 മണിക്കൂർ ചെയ്യുന്നിടത്ത് അവർ ചിലപ്പോ 12 മണിക്കൂർ ചെയ്യണം അല്ലെങ്കിൽ 10 മണിക്കൂർ ചെയ്യണം. അതൊരു നിയന്ത്രണമാണ് അല്ലെ? ഒരാളുടെ ജോലി ഷെഡ്യൂളുകളില് വ്യക്തിഗതമായ നിയന്ത്രണങ്ങൾ നൽകിക്കൊണ്ട് തന്നെ, അങ്ങനെയുള്ള ഒരു നിയന്ത്രണം നൽകിക്കൊണ്ട് തന്നെ ഉയർന്ന തലത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പരിഷ്കരിച്ച പ്രവൃത്തി സമയം വർക്ക് വീക്സുകൾ നമ്മുടെ വ്യക്തികളെ സഹായിക്കുന്നു. അപ്പൊ അവർക്ക് എന്താണ്, ഒക്കേഷൻ ടു ഫുൾഫിൽ ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് an occasion to fulfill several needs at the same time അല്ലെ? ഒരേ സമയം നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവസരവും ഇത് നൽകുന്നു ഇല്ലേ? അവർക്ക് പലതരത്തിലുള്ള ടാസ്കുകൾ ചെയ്യാലോ ബാക്കി സമയത്ത് അല്ലേ? അപ്പൊ എന്താണ്, ഇത് ഒരേ സമയം നിരവധി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവസരവും നൽകുന്നു. ചിലപ്പോ ബാക്കി ദിവസം വേണമെങ്കിൽ അവർക്ക് ഓട്ടി എടുക്കാം അല്ലെ? ഓവർ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. എന്താണ്, പൈസക്ക് കൂടുതൽ ആവശ്യമുള്ളവർ, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താണ്, ഓവർ ടൈം എടുത്താൽ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് അല്ലെ? അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണോ? അവർക്ക് സാലറി, ഡബിൾ സാലറി കിട്ടും അല്ലെ? ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡബിൾ സാലറി കിട്ടും. അവർക്ക് അപ്പൊ എന്താണ്, ഒരു സോഷ്യൽ സെക്യൂരിറ്റി അവർക്ക് കിട്ടുന്നുണ്ടോ? അതോ അവർക്ക് സാലറി കിട്ടുന്നതോടൊപ്പം തന്നെ അവർക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഓവർ ടൈമിന്റെ സാലറിയും കിട്ടും അല്ലെ? അപ്പൊ അതൊരു എക്സ്ട്രാ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് അവർക്ക് അല്ലേ? ക്ലിയർ ആയോ? അതാ ഒരേ സമയം നിരവധി ആവശ്യകതകൾ നിറവേറ്റുന്നതിനുള്ള അവസരവും ഇത് നൽകുന്നു. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ്, ജോബ് റീഡിസൈൻ അല്ലെ? നോക്കി, ജോബ് റീഡിസൈൻ ഓർ ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് പീപ്പിൾ ജോബ് ഓൾസോ being used more as a motivational techniques. ജോലി പുനർരൂപകൽപ്പന അല്ലെ? റീഡിസൈൻ ചെയ്യുക, പുനർരൂപകൽപ്പന അല്ലെങ്കിൽ ആളുകളുടെ ജോലി സ്വഭാവം മാറ്റുന്നതും ഒരു പ്രചോദനാത്മകമായിട്ടുള്ള ടെക്നിക്സ് ആണ് അല്ലെ? മോട്ടിവേഷണൽ ടെക്നിക്സ് അല്ലെ? റീഡിസൈൻ ചെയ്യാം അല്ലെ? അപ്പൊ എന്താണ്, ആളുകളുടെ ജോലി രൂപകൽപ്പന, അതായത് ജോബ് റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ജോലിയുടെ സ്വഭാവം മാറ്റുക, ചേഞ്ചിങ് ഓഫ് ദ നേച്ചർ അല്ലെ? ആ ഒരു പീപ്പിൾസിന്റെ, ആ ഒരു എംപ്ലോയിയുടെ ജോലിയുടെ സ്വഭാവം മാറ്റുന്നതും ഒരു motivational techniques ആണ്. The idea here is that managers can use any of the alternatives: job rotation, job enlargement, job enrichment as part of motivational program. The idea
here is that managers can use any of the alternatives. ഇതിനു വേണ്ടി ഈ ജോബ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മാനേജേഴ്സിനെ എന്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സുകളും ഉപയോഗിക്കാലോ, സമീപനങ്ങളും അപ്രോച്ചസും യൂസ് ചെയ്യാം അല്ലെ. ജോബ് റൊട്ടേഷൻ ചെയ്യാം അല്ലെ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കഴിവുകൾ നേടുന്നതിനും വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടി എന്താണ് എംപ്ലോയീസിനെ നമ്മ പല താൽക്കാലികമായിട്ട് വ്യത്യസ്ത റോളുകളിലേക്ക്, വ്യത്യസ്ത വർക്കുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യില്ലേ, മാറ്റില്ലേ. അപ്പൊ എന്താണ് അവർക്ക് നമ്മളെ ജോബിന്റെ റോള് മാറ്റുമ്പോൾ എന്താണ് ചേഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാ? ജോബ് റൊട്ടേഷൻ നടത്താം അല്ലെ. പുതിയ കഴിവ് ഇപ്പൊ എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളെ പിടിച്ച് എവിടേക്ക് ഇടുക? മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇടുക. അപ്പൊ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോ? അവിടുത്തെ വ്യത്യസ്ത പ്രവർത്തനങ്ങളും അല്ലെ. അപ്പൊ എന്താണ് പുതിയ കാര്യങ്ങള്, പുതിയ കഴിവുകൾ നേടുന്നതിനും വ്യത്യസ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടി എംപ്ലോയീസിനെ എന്താണ് വ്യത്യസ്ത റോളുകളിലേക്കോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ മാറ്റുന്നതിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ജോബ് എൻലാർജ്മെന്റ് അല്ലെ, ജോലി വിപുലീകരണം എന്ന് പറയുന്നത് എന്താണ്? അവർക്കുള്ള ഡ്യൂട്ടികൾക്ക് പുറമെ, റെസ്പോൺസിബിലിറ്റീസിന് പുറമെ അവർക്ക് എന്ത് കൊടുക്കുക? അതേ സ്വഭാവമുള്ള ജോലി സമാനമായിട്ടുള്ള കൂടുതൽ വർക്കുകൾ അവർക്ക് കൊടുക്കുക, വിപുലീകരിക്കുകയാണ് അല്ലെ. അവർക്കുള്ള വർക്കുകൾ കൂടാതെ സമാന സ്വഭാവമുള്ള ജോലികൾ അവർക്ക് കൊടുക്കുക. അതാണ് ജോബ് എൻലാർജ്മെന്റ്. നെക്സ്റ്റ് പറയുന്നത് ജോബ് എൻറിച്ച്മെന്റ് അല്ലെ. ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി രൂപകൽപ്പനയുടെ ഒരു ഭാഗമാണ് എന്ത്? ജോബ് എൻറിച്ച്മെന്റ്. നമ്മുടെ ജോബ് എൻലാർജ്മെന്റ് പോലെ തന്നെയാണ്, പക്ഷെ എന്താണ് അതിലും കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള ടാസ്കുകൾ ഈ ജോബ് എൻറിച്ച്മെന്റില് നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്നു. കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടതോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതോ ആയ ടാസ്കുകളായിരിക്കും ആ ഒരു സെക്ഷനിൽ നമ്മുടെ എംപ്ലോയീസിന് നൽകുന്നത്. അപ്പൊ അവർക്ക് എന്താണ് കൂടുതൽ ചലഞ്ചസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ടഫ് ആയിട്ടുള്ള ജോലികൾ കൊടുത്തുകഴിഞ്ഞാൽ അവരെന്താണ് അവർ ഇൻഡിപെൻഡന്റ് ആക്കുന്നുണ്ടോ? അവരെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ സ്കില്ല് വർദ്ധിപ്പിക്കാം അല്ലെ. അവരെ ഇൻഡിപെൻഡന്റ് ആക്കാനോ നമുക്ക് ആ ജോലി അവർ ചെയ്ത് കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ജോബ് എൻറിച്ച്മെന്റുകളൊക്കെ എന്താണ്, അങ്ങനെയുള്ള ടെക്നിക്സുകളൊക്കെ നമ്മുടെ മാനേജേഴ്സിന് ജോബ് റീഡിസൈനിൽ ഉൾപ്പെടുത്താം. ഓക്കെ ആണോ? വെല്ലുവിളികൾ നിറഞ്ഞതും എന്താണ് അർത്ഥവത്തായതുമായ ജോലികൾ അവർക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എക്സ്പെക്ടൻസി തിയറി ഹെൽപ്സ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് വർക്ക് ഡിസൈൻ ഇൻ ഇൻസ്പിരേഷൻ. അതായത് എന്താണ് എക്സ്പെക്ടൻസി തിയറി കുറവാണോ? എന്താണാവോ? ബാക്കി എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. എന്ത് പറ്റിയാവോ? സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ? റോസ്മേരി, സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ? നോക്കിയേ. എക്സ്പെക്ടൻസി തിയറി ജോലി രൂപകൽപ്പനയുടെ പങ്ക് വിശദീകരിക്കാൻ സഹായിക്കുന്നു അല്ലെ. എക്സ്പെക്ടൻസി തിയറി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽസിനെ എന്താണ് അവരുടെ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ പ്രതീക്ഷകളാണ് അല്ലെ. എക്സ്പെക്ടേഷൻസ് അല്ലേ. ആണോ? നമ്മുടെ എക്സ്പെക്ടേഷൻസ് ആണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽസിന്റെ പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി അത് അവരെ പ്രത്യേക രീതിയിൽ പെരുമാറാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു അല്ലെ. നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലേ.
നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, നമ്മുടെ ഹോണസ്റ്റി അല്ലെ, സത്യസന്ധത, പങ്ക്ച്വാലിറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്പീഡ് അല്ലെ, നമ്മുടെ കോപ്പറേഷൻ, ഇതൊക്കെ അനുസരിച്ചല്ലേ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്? ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്? ഇൻഡിവിജ്വൽസിന്റെ എക്സ്പെക്ടേഷനെ അടിസ്ഥാനമാക്കി അത് അവരെ പ്രത്യേക രീതിയിൽ പെരുമാറാൻ അവരുടെ വ്യക്തികളെ പ്രേരിപ്പിക്കുന്നു എന്നതാണ് എക്സ്പെക്ടേഷൻ തിയറിയിൽ പറയുന്നത്. അപ്പൊ എന്താണ്? ജോലി സ്ഥലത്ത് ആളുകൾ അവരുടെ ശ്രമങ്ങളെ കുറിച്ച് എങ്ങനെ തീരുമാനിക്കുന്നു എന്നും ഈ ഒരു പ്രചോദന പ്രക്രിയ സിദ്ധാന്തം പറയുന്നു, ഈ ഒരു എക്സ്പെക്ടേഷൻ തിയറി പറയുന്നു. അപ്പൊ അവരെ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കണം അല്ലെ അവരെ ജോലിയുടെ പങ്ക് വിശദീകരിക്കേണ്ടത്. എന്നാലല്ലേ അവർക്ക് കൂടുതൽ എഫക്റ്റീവായി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. ഓരോ എംപ്ലോയീസിനും അവർ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജോലി കൊടുത്തു കഴിഞ്ഞാല്, അവരുടെ ജോബ് റോള് കൊടുത്തു കഴിഞ്ഞാല് അവര് ശരിയായി വർക്ക് ചെയ്യോ? അവരുടെ സ്കില്ലുകൾ അനുസരിച്ചുള്ള അവർക്ക് ജോലി കൊടുക്കാം അല്ലെ. ന്യൂമറിക്കൽ സ്കില്ലുള്ളവർക്ക് അവർക്ക് എന്താണ് അക്കൗണ്ടൻസി പോലെയുള്ള ജോലികൾ കൊടുക്കാം അല്ലെ. ന്യൂമറിക്കൽ സ്കില്ലുള്ളവർക്ക് അക്കൗണ്ടൻസി പോലെയുള്ള ജോലികൾ കൊടുക്കാം. ആണോ? അപ്പൊ എന്താണ് അവരുടെ ഇതില് പറയുന്നത്? എക്സ്പെക്ടേഷൻസ് തിയറി എന്താണ്? ജോലി രൂപകൽപ്പനയുടെ പങ്ക് വിശദീകരിക്കാൻ സഹായിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി അല്ലെ. എന്താണ്? ഇന്റലക്ച്വൽ ക്വാളിറ്റി, സോറി. നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസും ഇന്റലക്ച്വൽ ഡിഫറൻസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ആണോ? ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് ഒരാളുടെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം അല്ലെ. അവരെ കളറ്, അവരെ എന്താണ് ഷേപ്പ്, അവരെ എന്താണ് ഹൈറ്റ് അല്ലേ വണ്ണുണ്ടോ അല്ലെ. പക്ഷെ ഇന്റലക്ച്വൽ എബിലിറ്റീസ്, ഇന്റലക്ച്വൽ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കോ? അവരുമായി അടുത്തിടപഴകിയാലാണ് അല്ലെ. അവരുമായി അടുത്തിടപെടുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാകുന്നത്. അപ്പൊ നോക്കിയേ, ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ്. ഫിസിക്കൽ ഡിഫറൻസ് among individuals are the most visible of all difference അല്ലെ. ഫിസിക്കൽ ഡിഫറൻസ് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ ഇടയിലുള്ള ഫിസിക്കൽ ഡിഫറൻസ് എന്താണ്? എല്ലാ വ്യത്യാസങ്ങളിലും ഏറ്റവും ദൃശ്യമായിട്ടുള്ളതാണ് അല്ലെ. കളറ്, ഹൈറ്റ്, അവരുടെ എന്താണ് വണ്ണം അല്ലെ. അതൊക്കെ എന്താണ്? എല്ലാ വ്യത്യാസങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ ദൃശ്യമായിട്ടുള്ളതാണ് അല്ലെ ഫിസിക്കൽ ഡിഫറൻസ് അല്ലെ. ആണ്. പിന്നെ എന്താണ്? they are also relatively easy to access. നമുക്ക് പെട്ടെന്ന് തന്നെ അക്സസ് ചെയ്യാം, വിലയിരുത്താൻ സാധിക്കും അല്ലെ. ഫിസിക്കൽ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നു. ഇന്റലക്ച്വൽ ഡിഫറൻസ് ആർ somewhat more difficult to discern അല്ലെ. എന്താണ്? നമുക്ക് ഇന്റലക്ച്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരുമായി അടുത്ത് ഇടപഴകിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. ബട്ട് they can be assessed by fairly objective means. പക്ഷെ എന്താണ്? അവയും നമുക്ക് എന്താണ്? വസ്തുനിഷ്ഠമായ രീതിയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നമുക്ക് കൂടുതലായിട്ട് എന്താണ്? വസ്തുനിഷ്ഠമായ രീതിയിൽ പെട്ടെന്നല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അങ്ങനെയല്ലേ നമുക്ക് ഇന്റലക്ച്വൽ ഡിഫറൻസ് അവരുമായി കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ചു നേരം അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ മനസ്സിലാകാമല്ലോ. അപ്പൊ വസ്തുനിഷ്ഠമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായി സാധിക്കുന്നു. The abilities, skills and competencies of employees are both physical and intellectual qualities അല്ലെ. എന്താണ്? ഒരു ഇൻഡിവിജ്വൽസിന്റെ വ്യക്തികളുടെ എബിലിറ്റീസ്, കഴിവുകള്, സ്കിൽസുകള്, കോമ്പീറ്റൻസീസ് ഒക്കെ എന്താണ്? ഫിസിക്കലും ഇന്റലക്ച്വൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ് അല്ലെ, ഗുണങ്ങളാണ്. നെക്സ്റ്റ് നോക്കിയേ, എബിലിറ്റി. എബിലിറ്റി എന്താണെന്ന് നോക്കിയേ. Abilities refers to an individual
സ്കിൽ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്കില്ല്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവിനെയാണ്. ആൻഡ് ടു പെർഫോം എഫക്റ്റീവ്ലി ഇൻ വൺ ഓർ മോർ ഏരിയാസ് ഓഫ് ആക്ടിവിറ്റി such as physical, mental or interpersonal work. അല്ലെ, എന്താണ്? ശാരീരിക, മാനസിക, ഫിസിക്കൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽ വർക്കുകള് എന്താണ്? ഒന്നോ അതിലധികമോ മേഖലയില് ഫലപ്രദമായി പ്രകടനം നടത്താനുള്ള കഴിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എബിലിറ്റി എന്ന് പറയുന്നത്. ഫിസിക്കലായ മേഖലയിലായിക്കോട്ടെ, മെന്റൽ ആയിട്ടുള്ള മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇന്റർപേഴ്സണൽ, മറ്റുള്ളവരുമായിട്ട് കൂട്ടായ രീതിയിൽ നമ്മൾ ചെയ്യുമല്ലോ, ഗ്രൂപ്പായിട്ട് കോപ്പറേഷൻ, കോർഡിനേഷന്റെ രീതിയിൽ അങ്ങനെ ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, എന്താണ്? ഒന്നിൽ കൂടുതൽ ഏരിയാസില്, വിഭാഗത്തില് അവരുടെ വർക്കുകള് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെയാണോ? ശാരീരിക, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള മേഖലയിലായിക്കോട്ടെ, മെന്റൽ ആയിട്ടുള്ള മേഖലയിലായിക്കോട്ടെ, മറ്റുള്ളവരുമായിട്ട് ഇന്റർപേഴ്സണൽ വർക്കുകളുമായിട്ടുള്ള നമ്മുടെ വ്യക്തിഗത മേഖലയിലായിക്കോട്ടെ, ഒന്നോ അതിലധികമോ മേഖലയില് ഫലപ്രദമായി പ്രകടനം, പെർഫോമൻസ് നടത്താനുള്ള കഴിവുകളെയാണ് എബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസ് വിത്ത് ന്യൂമറിക്കൽ എബിലിറ്റീസ്, ഫോർ എക്സാമ്പിൾ അല്ലെ, എക്സാമ്പിൾ പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ന്യൂമറിക്കൽ എബിലിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ്? അക്കൗണ്ടിങ്ങില്, കമ്പ്യൂട്ടർ സയൻസില്, എഞ്ചിനീയറിംഗിലൊക്കെ അവർക്ക് തിളങ്ങാം അല്ലെ, അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാലോ. ന്യൂമറിക്കൽ, അതായത് ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാല് എന്താണ്? വർക്കിംഗ് വിത്ത് ഡാറ്റ ആൻഡ് നമ്പേഴ്സും ഡാറ്റാസ് ഒക്കെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരില്ലേ? അപ്പൊ അവരെയാണ് എന്താണ് ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. നമ്മ പഠിക്കുന്ന കാലത്ത് കാണാറുണ്ട് അല്ലെ, ചിലർക്ക് ലാംഗ്വേജില് നല്ല മാർക്ക് കിട്ടും, ചിലർക്ക് മാത്സിലായിരിക്കും നല്ല മാർക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ മാത്സിൽ മാർക്ക് കിട്ടുന്നത് എന്താണ്? അവർക്ക് ന്യൂമറിക്കൽ സ്കില്ലാണ് അവർക്ക് കൂടുതലുള്ളത്. ഓക്കെയാണോ? അപ്പൊ can be trained to apply their ability in the field of engineering, accounting and computer science അല്ലെ. ഇങ്ങനെയുള്ള ആ ഒരു എബിലിറ്റിയിൽ അവർക്ക് ട്രെയിനിങ്, പരിശീലനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏത് ഫീൽഡിലേക്ക് എത്താൻ സാധിക്കുന്നു? എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഫീൽഡിലേക്ക് അവർക്ക് എത്തിച്ചേരാനായി സാധിക്കുന്നു. എബിലിറ്റി ഡെവലപ്സ് ഫ്രം an individual natural aptitude and subsequent learning opportunities അല്ലെ. ഒരു വ്യക്തിയുടെ സ്വാഭാവിക അഭിരുചികളിൽ നിന്നും തുടർ പഠനത്തിൽ നിന്നും നമുക്ക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാലോ. ഇപ്പൊ ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ എന്താണ്? ആ ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്നത് അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, നേച്ചർ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ആണ് അല്ലെ. അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ള അല്ലെ ആപ്റ്റിറ്റ്യൂഡ്. ചിലർക്ക് എന്താണ്? പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും അല്ലെ, ജന്മന പാട്ട് പാടാനുള്ളത്, അത് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള സ്കില്ലല്ലേ, നാച്ചുറൽ ആയിട്ടുള്ള എബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഈ ഒരു എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്കില്ലും അല്ലെ, അതിൽ നിന്നും തുടർ പഠനത്തിൽ നിന്നും നമുക്ക് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്തൂടെ, ഡെവലപ്പ് ചെയ്യാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ്സ് ആർ റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് കപ്പാസിറ്റീസ് ഫോർ പെർഫോമിംഗ് സം ആക്ടിവിറ്റി ഇഫക്റ്റീവ്ലി. ചില പ്രവർത്തനങ്ങള് ഫലപ്രദമായി നിർവചിക്കുന്നതിനുള്ള കഴിവുകളെയാണ് അഭിരുചികൾ എന്ന് പറയുന്നത്. ചിലപ്പോ നമുക്ക് എന്താണ്? വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും അല്ലെ, വെർബൽ ആയിട്ടുള്ള ലാംഗ്വേജിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ്? നമുക്ക് നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ, സംസാരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, എഴുതാനായിട്ട് അല്ലെ. ന്യൂമറിക്കൽ സ്കില്ലായിരിക്കും, ചിലർക്ക് ന്യൂമറിക്കൽ സ്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ലോജിക്കൽ റീസണിങ് ആയിരിക്കും അല്ലെ, ലോജിക്കൽ ആയിട്ടുള്ളത് കാര്യമായിരിക്കും. അതല്ലെങ്കിൽ ചിലർക്ക് ഇന്റർപേഴ്സണൽ സ്കില്ലായിരിക്കും, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള സ്കില്ലായിരിക്കും അല്ലെ. അപ്പൊ അവർക്ക് കൗൺസിലിങ്ങിനൊക്കെ നല്ലോണം തിളങ്ങാം അല്ലെ, ഇന്റർപേഴ്സണൽ സ്കില്ലുള്ളവർക്ക് അല്ലെ. നെഗോഷിയേറ്റർ ആവാം അല്ലെ, പൊളിറ്റിക്സ് ആവാം, ആണോ, പൊളിറ്റീഷ്യൻസ് ആവാം ഇന്റർപേഴ്സണൽ സ്കില്ലാണെങ്കിൽ.
അപ്പൊ എന്താണ് aptitudes are relatively enduring capacities for performing some activity effectively അല്ലെ ചില പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നിർവഹിക്കുന്നതിനുള്ള കഴിവുകളെയാണ് അഭിരുചികൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമുക്ക് മാത്സ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ആപ്റ്റിറ്റ്യൂഡ് ആണ്? ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് അല്ലെ? നമ്പേഴ്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അല്ലെ? ഓക്കെയാണോ? ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ട്രാൻസ്ലേറ്റ് അല്ലെ? നമുക്ക് എന്താണ് നമ്മുടെ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടു എബിലിറ്റീസ് through practice and experience and formal trainings അല്ലെ? aptitude into abilities നമ്മുടെ അഭിരുചികളുടെ കഴിവുകളെ നമുക്ക് എന്താണ് പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമുക്ക് ഔപചാരികമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും നമ്മുടെ കഴിവുകളെ നമുക്ക് വർദ്ധിപ്പിച്ചൂടെ? ഇല്ലേ? നമുക്ക് ട്രെയിനിങ് തന്നിട്ട് നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിച്ചൂടെ? ഇപ്പൊ പടം വരക്കാൻ കഴിവുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനുവേണ്ടി പടം വര പഠിക്കാൻ ഏൽപ്പിക്കും, ചേർത്തല്ലേ? പടം വരക്കാൻ പഠിപ്പിക്കും. അതല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ളവരെ അതിനുവേണ്ടി പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ പ്രാക്ടീസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ആ കഴിവുകൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലെ? ക്ലിയർ ആണോ? Clear ആണോ? Next, organization have to ensure that pupil possess the necessary ability to engage in the behavior required for effective performance. അല്ലെ? എന്താണ് ഓർഗനൈസേഷൻ have to ensure? ഓർഗനൈസേഷൻ എന്താണ് ഉറപ്പ് നൽകുന്നത്? that pupil possesses the necessary ability to engage in the behavior required for effective പെർഫോമൻസ് അല്ലെ? ഫലപ്രദമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസിന് പ്രകടനത്തിന് ആവശ്യമായ ബിഹേവിയറിൽ അതായത് പെരുമാറ്റങ്ങളിൽ ഏർപ്പെടാൻ ആവശ്യമായ കഴിവുകൾ ആളുകൾക്കുണ്ടെന്ന് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുക. ഇപ്പൊ നമ്മൾ ഒരു എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരുമായി ഇന്റർവ്യൂ നടത്താറുണ്ട് അല്ലെ? ഇല്ലേ? ഇന്റർവ്യൂ നടത്തി അവർക്ക് ആ ഒരു ജോലി ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് കണ്ടാൽ മാത്രമല്ലേ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്യാറുള്ളൂ, ഇല്ലേ? അതാണ് പറയുന്നത്. എന്താണ്? അവരുടെ ആ ഒരു ഫലപ്രദമായ പ്രകടനത്തിന് ആവശ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ ഏർപ്പെടാൻ എന്താണ് ആവശ്യമായ കഴിവുകൾ ആ ഒരു ആളുകൾക്ക് അവരെ സെലക്ട് ചെയ്യുന്ന ആ ഒരു എംപ്ലോയീസിനുണ്ട് എന്ന് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുക. ഇപ്പൊ നമുക്ക് ടീച്ചറിന്റെ ഒക്കെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? മോക്ക് ടെസ്റ്റ് അല്ല, മോക്കായിട്ട് ടീച്ചിങ് ചെയ്യാൻ പറയുന്നുണ്ട്. അവരൊന്നില്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സ് ഇരുന്നിട്ട് പറയും, ക്ലാസ് എടുക്കാൻ പറയും. അതല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? കുട്ടികളെ കൊണ്ടുവന്ന് ഇരുന്നിട്ട് പറയും ആ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറയും. എന്നിട്ട് അവർ സൂപ്പർവൈസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്? നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അവർ എന്താണ് അപ്പൊ നോക്കുന്നത്? നമുക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുകയാണ് അല്ലെ? പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താണ് അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് this can be achieved either by carefully selection. അതായത് ഈ ഒരു പ്രകടനം, ഈ ഒരു കഴിവ് അവർക്കുണ്ടോ എന്ന് ഓർഗനൈസേഷൻ ഉറപ്പുവരുത്തുന്നതിനാണ് എന്ത് ചെയ്യാം? ഒന്നില്ലേ അവർക്ക് കെയർഫുൾ ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലെ? എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് ശ്രദ്ധയോടുകൂടി സെലക്ട് ചെയ്യാം അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ എന്താണ് ക്ലാസ് എടുപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് അവർക്ക് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുക അല്ലെ? അപ്പൊ അവർക്ക് അത് അറിയാൻ പറ്റുമോ? അവർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? ഒന്നില്ലെങ്കിൽ അവര് ശ്രദ്ധയോടുകൂടി ആ ഒരു എംപ്ലോയീസിനെ തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓഫ് പീപ്പിൾ ഓർ ബൈ കോമ്പിനേഷൻ ഓഫ് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. അതല്ലെങ്കിൽ രണ്ടിന്റെ കോമ്പിനേഷനിലും ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു എബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുക്കാനോ പരിശീലനങ്ങൾ കൊടുത്തിട്ട് അവരെ ആ കഴിവ് വർദ്ധിപ്പിക്കാം അല്ലെ?
അപ്പൊ ഒന്നില്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരത് ശ്രദ്ധയോടുകൂടി ചെയ്യുക, അതല്ലെങ്കിൽ സെലക്ഷനും ട്രെയിനിങ്ങും കൊടുത്ത് രണ്ടിന്റെ കോമ്പിനേഷനിലൂടെ അവർക്കത് ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. Skills are generally thought of as being more task-specific competencies than abilities. അല്ലെ? എന്താണ് സ്കിൽസ് എന്ന് പറയുന്നത്? എന്താണ്? സാധാരണയായി നമ്മുടെ എബിലിറ്റീസ്, കഴിവുകളെക്കാൾ കൂടുതൽ ഒരു ടാസ്ക് ചെയ്യാനുള്ള, ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനുള്ള കഴിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിൽ എന്ന് പറയുന്നത്. അല്ലെ? നമുക്കുള്ള കഴിവുകളേക്കാൾ, എബിലിറ്റീസിനേക്കാൾ എന്താണ്, നമുക്കൊരു ടാസ്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ന്യൂമറിക്കൽ സ്കിൽ ഉണ്ടാവാം. അത് നമ്മൾ എന്തിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അതിനുള്ള സ്കിൽ എന്താണ്? ആ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെ? എഞ്ചിനീയറിംഗ് ടാസ്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്കില്ല്, നമ്മുടെ എബിലിറ്റി, ന്യൂമറിക്കൽ എബിലിറ്റി ഉപയോഗിക്കുന്നു അല്ലെ? അപ്പൊ എന്താണ് സ്കിൽ എന്ന് പറയുന്നത്? എബിലിറ്റിയേക്കാൾ കൂടുതൽ ഒരു ടാസ്ക് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെയാണ് സ്കിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഫോർ എക്സാമ്പിൾ, an individual with a numerical ability who goes to school to learn accountancy develop numerical skills specific to the field. അല്ലെ? എന്താണ്? ഒരു ഇൻഡിവിജ്വലിന് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അവര് സ്കൂളിൽ പോയിട്ട് എന്ത് പഠിക്കുകയാണ്? ലേൺ അക്കൗണ്ടൻസി പഠിച്ചിട്ട് ആ ഒരു ന്യൂമറിക്കൽ സ്കിൽ അവർ എന്തിൽ ഉപയോഗിക്കുന്നത്? ആ സ്പെസിഫിക് ഫീൽഡിൽ ഉപയോഗിക്കുകയാണ് അല്ലെ? അക്കൗണ്ടൻസി എന്നുള്ള ഫീൽഡിൽ ആ ഒരു ന്യൂമറിക്കൽ സ്കിൽ ഉപയോഗിക്കുന്നു. ഓക്കെ ആണോ? അതാണ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അവര് ആ ഒരു ന്യൂമറിക്കൽ സ്കിൽ എന്താണ്? നമ്പേഴ്സ് ശരിയായ രീതിയിൽ അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കഴിവ് അവരെന്തിൽ ഉപയോഗിക്കാണ്? അക്കൗണ്ടൻസി മേഖലയിൽ ഉപയോഗിക്കുന്നു. അതിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ബിക്കംസ് എ സ്കിൽ. അപ്പൊ അതെന്തായി? സ്കില്ലായില്ലേ? അത് വൈദഗ്ധ്യമായി മാറുന്നു. നമ്മുടെ ന്യൂമറിക്കൽ സ്കില്ല് നമ്മുടെ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുമ്പോൾ അത് വൈദഗ്ധ്യമായി മാറുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. കോമ്പിറ്റൻസീസ് എടുത്തോട്ടെ. Competencies are skill associated with the specifications. എന്താണ്? എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസുമായിട്ട്, എന്തെങ്കിലും പ്രത്യേകത സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്കില്ലിനെയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. Competencies are skills that have been refined by practice and experience and that enable the individual to specialize in some field. നമുക്ക് competencies എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്? ആ സ്കിൽസ് ദാറ്റ് ഹാവ് ബീൻ, പരിശീലനത്തിലൂടെയും അല്ലെ പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമുക്കത് മെച്ചപ്പെടുത്താൻ സാധിക്കോ? കോമ്പിറ്റൻസീസ്, ആ സ്കില്ല് അല്ലെ നമുക്ക് പരിശീലനത്തിലൂടെയും എന്താണ് അനുഭവത്തിൽ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെയും നമുക്കത് മെച്ചപ്പെടുത്താനും വ്യക്തിയെ ഏതെങ്കിലും മേഖലയിൽ എന്താണ് വൈദഗ്ധ്യം നേടാൻ അല്ലെ സ്പെഷ്യലൈസ് ചെയ്യാനും പ്രാപ്തമാക്കുന്ന കഴിവുകളാണ് കോമ്പിറ്റൻസി അല്ലെ. സ്കില്ലുകള് ഏതെങ്കിലും എന്താണ് നമുക്ക് പ്രാക്ടീസിലൂടെയും പരിശീലനത്തിലൂടെയും എക്സ്പീരിയൻസ് അനുഭവത്തിലൂടെയും മെച്ചപ്പെടുത്തിയതും പിന്നെന്താണ് വ്യക്തിയെ ഏതെങ്കിലും മേഖലയിൽ വൈദഗ്ധ്യം നേടാൻ പ്രാപ്തമാക്കുന്നതുമായ കഴിവുകളെയാണ് കോമ്പിറ്റൻസീസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? എന്താണ് നമ്മുടെ കഴിവുകൾ നമ്മൾ എന്താണ് ട്രെയിനിങ്ങിലൂടെയും നമ്മുടെ അനുഭവത്തിലൂടെയും മെച്ചപ്പെടുത്തിയതും നമ്മൾ എടുത്തേക്കാണ്. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി, നമുക്ക് പ്രാക്ടീസ് കിട്ടിയിട്ട് നമ്മൾ അത് ഇംപ്രൂവ് ചെയ്ത് ഹയർ ലെവലിൽ എത്തിച്ചേക്കാണ്. അങ്ങനെ മെച്ചപ്പെടുത്തിയതും പിന്നെ എന്താണ് നമ്മുടെ ഇൻഡിവിജ്വൽസ് എന്താണ് ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തേക്കാണ്, വൈദഗ്ധ്യം നേടാൻ
പ്രാപ്തമാക്കുന്ന കഴിവുകളെയാണ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. ഫിസിക്കൽ എബിലിറ്റീസ് സച്ച് ആസ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ് ആൻഡ് സ്റ്റാമിന ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് എക്സസൈസ് ആൻഡ് ട്രെയിനിങ്. അല്ലെ, നമ്മുടെ ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ട്, ഫിസിക്കൽ ആയിട്ടുള്ള കഴിവുകളുണ്ട്. നമ്മുടെ സ്ട്രെങ്ത് അല്ലെ, ശക്തി, വഴക്കം, ഫ്ലെക്സിബിലിറ്റി അല്ലെ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചിരിയാനും തിരിയാനും മൂവ് ചെയ്യാനൊക്കെ കഴിയുന്ന ആ ഒരു വഴക്കം, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ് അല്ലെ, സഹിഷ്ണുത, ആൻഡ് സ്റ്റാമിന അല്ലെ, നമ്മൾ പറയാം സ്റ്റാമിന അല്ലെ, ആ ഒരു സ്റ്റാമിനയും നമുക്ക് എന്താണ് എക്സസൈസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാലോ. എക്സസൈസിലൂടെയും ട്രെയിനിങ്ങിലൂടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. മെന്റൽ എബിലിറ്റീസ് സച്ച് ആസ് റീസണിംഗ്, മെമ്മറി, വിഷ്വലൈസേഷൻ ആൻഡ് comprehension and interpersonal abilities can also developed through practice and education. അല്ലെ, നമ്മുടെ മെന്റൽ ആയിട്ടുള്ള എബിലിറ്റീസ്, നമ്മുടെ മാനസിക കഴിവുകളായിട്ടുള്ള റീസണിങ്, നമുക്ക് യുക്തിപരമായിട്ട് ചിന്തിക്കാൻ കഴിയില്ലേ? ലീഗൽ പ്രൊഫഷണൽസ് ഒക്കെ ഇല്ലേ, ലീഗൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ജേർണലിസ്റ്റുകള്, റൈറ്റേഴ്സ്, അവരൊക്കെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? യുക്തിപരമായിട്ടാണ് അല്ലെ, അല്ലെ, യുക്തിപരമായിട്ടില്ല അവര് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള റീസണിങ്, മെമ്മറി, വിഷ്വലൈസേഷൻസ്, നമ്മൾ എന്ത് ചെയ്യുക? ദൃശ്യവൽക്കരിക്കുക, നമ്മുടെ മെമ്മറി ദൃശ്യവൽക്കരിക്കുക. ഈ എഞ്ചിനീയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സ്കെച്ച് വരക്കില്ലേ, പ്ലാൻ വരക്കില്ലേ, വീട്, ആർക്കിടെക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്, ആർക്കിടെക്ചേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ് എങ്ങനെയാണ് ദൃശ്യവൽക്കരിക്കുന്നത്? അവര് മെമ്മറിയിൽ വരുന്ന ഒരു മോഡലാണ് അല്ലെ, നമുക്ക് അവർ ദൃശ്യവൽക്കരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെമ്മറി, വിഷ്വലൈസേഷൻ, കോംപ്രഹെൻഷൻ അല്ലെ, എന്താണ് മനസ്സിലാക്കല്, കൂടാതെ ഇന്റർപേഴ്സണൽ എബിലിറ്റീസ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയല്. സൈക്കോളജിസ്റ്റുകളൊക്കെ എങ്ങനെയാണ്? ഇന്റർപേഴ്സണൽ സ്കില്ലുള്ളവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കഴിവുകൾ, ഇന്റർപേഴ്സണൽ സ്കിൽസുകളൊക്കെ നമുക്ക് എന്താണ് പ്രാക്ടീസിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും നമുക്ക് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫോർമൽ പ്രോഗ്രാംസ് മെനി ഇൻഡിവിജ്വൽസ് മാനേജ് ദെയർ ഓൺ കരിയേഴ്സ് ഇൻ സച്ച് എ വേ as to continually upgrade their abilities, skills and competencies in order to remain valuable to their organization. പക്ഷേ ഇതിന് നമ്മൾ പറഞ്ഞു ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും പ്രാക്ടീസിലൂടെയും ഒക്കെ നമുക്കിത് വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞു അല്ലെ. പറഞ്ഞു ഈ കഴിവുകള്, ഈ സ്കിൽസുകള്, കോമ്പീറ്റൻസീസ്, എബിലിറ്റീസ് ഒക്കെ നമുക്ക് വർദ്ധിപ്പിക്കാം അല്ലെ. പക്ഷെ അത്തരം ഔപചാരികമായിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകള് നമ്മുടെ ആ ഒരു എംപ്ലോയീസിന് ലഭിച്ചില്ലെങ്കിലും പല വ്യക്തികളും അവരുടെ സ്ഥാപനങ്ങൾക്ക് വിലപ്പെട്ടതായിട്ട് ഞാനൊരു എംപ്ലോയീസ് ആണെങ്കിൽ നമുക്ക് അവരുടെ എന്താണ്, നമുക്ക് നമ്മുടേതായ ഒരു നിലനിൽപ്പ് വേണല്ലേ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ വേണ്ടേ. അപ്പൊ അവരുടെ സ്ഥാപനത്തില് എംപ്ലോയീസ് വിലപ്പെട്ടതായി തുടരുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എബിലിറ്റീസ്, സ്കിൽസ്, അവരുടെ കോമ്പീറ്റൻസി എന്നിവ നിരന്തരം മെച്ചപ്പെടുത്തുന്നതിനുള്ള കരിയർ കൈകാര്യം ചെയ്യുന്നു അല്ലെ. അവരെന്താണ് സെൽഫായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് എന്ത് ചെയ്യാണ്? അവർക്ക് അത്തരം പ്രോഗ്രാമുകൾ, ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ലഭിച്ചില്ലെങ്കിലും അവര് സെൽഫ് ഇനീഷ്യേറ്റ് എടുത്തിട്ട് അവരുടെ എബിലിറ്റീസും സ്കിൽസും കോമ്പീറ്റൻസിയും അവര് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെയാണോ? ഇന്നെടുത്ത മിസ് എടുത്ത ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? നോക്കണോ? വേണ്ട, ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാട്ടോ മക്കളെ. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. ഈ ചാപ്റ്റർ തീർന്നു. അപ്പൊ മിസ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു മിസ്സിന്റെ, ലാസ്റ്റ് ക്ലാസ്. അപ്പൊ നിങ്ങളുടെ PG കംപ്ലീറ്റ് ആയി. പിന്നെ എല്ലാവരും നല്ലോണം റിവിഷൻ നടത്തി എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ.
നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട് അല്ലെ, മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യനും ഒക്കെ നോക്കി പഠിക്കുക, നമ്മുടെ PDF നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എന്താണ്, എല്ലാവരും PG കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അന്ന് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് ട്രൈ ചെയ്യാട്ടോ. ആരും ജോലിക്ക് പോവാതിരിക്കരുത് കേട്ടോ. ജോലിക്ക് കിട്ടിക്കഴിയുമ്പോ നിങ്ങളെ വിവരം അറിയിക്കണം കേട്ടോ. എവിടെ വെച്ചെങ്കിലൊക്കെ കാണുമ്പോഴ് മിസ്സിന് അറിയാൻ പറ്റില്ല, മിസ്സുമാർക്കൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ, മിസ്സുമാരെ മനസ്സിലാവുമല്ലോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ വന്ന് വർത്താനൊക്കെ പറയാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അല്ല, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും എന്തായാലും ജോലിക്കൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ മിസ്സുമാരൊക്കെ ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോ കാണുമ്പോ വന്ന് സംസാരിക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ.